ഹലോ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മേഘനാഥൻ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ തോമസ് ഡോക്ടർ അവിടെ വെച്ചിട്ട് നമ്മുടെ സാഗറിനെ കാണുകയാണ്. സാഗർ ജസ്റ്റ് തിരിഞ്ഞു നിന്ന സമയത്താണ് ഈ മേഘനാഥൻ ഓടി സാഗറിൻ്റെ അടുത്ത് വന്ന് അവിടെ ഇട്ട് സാഗറിൻ്റെ കോളറെ പിടിച്ച് അടി തലങ്ങും വിലങ്ങും കൊടുക്കണ്ടേടാ, നീ എൻ്റെ ഭാര്യേനെ തട്ടിക്കൊണ്ടു പോയല്ലേടാ എന്ന് പറഞ്ഞു. പക്ഷേ സാഗറിന് ഒരു പിടുത്തം പിടിക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മേഘനാഥൻ്റെ മുമ്പിൽ സാഗർ ഒന്നുമല്ല. കാരണം സാഗറിനെ ഒന്ന് വഴുതി മാറാൻ പോലും പറ്റുന്നില്ല. സാഗർ ചുറ്റും നോക്കി ആരെങ്കിലും രക്ഷപ്പെടുത്താനെങ്കിലും അവിടെ ഉണ്ടെന്ന് ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. അങ്ങനെ കുറേ തല്ല് മേഘനാഥൻ്റെ കയ്യിൽ നിന്ന് സാഗറിനെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാർക്കോ പെട്ടെന്ന് അവിടെ വന്നപ്പോൾ ഒരു നിലവിളി കേട്ട് ഓടി വരികയാണ്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ സാഗറാണ്. അപ്പോൾ നമ്മുടെ സാഗറിനെ മേഘനാഥൻ താലങ്ങും വിലങ്ങും അടിച്ച് അമർത്തുകയാണ്. ഇത് കണ്ട് മാർക്കോ ഓടിച്ചെന്നവൻ്റെ കൈക്കിട്ടങ്ങ് പിടിക്കുകയാണ്. എൻ്റെ മാർക്കോ പറഞ്ഞു, ഇവിടെ വെച്ച് ഞാനൊരു സീൻ ഉണ്ടാക്കുന്നില്ല, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, മഞ്ജുവിൻ്റെ സാഗറിൻ്റെയും ജീവിതത്തിൽ ഒരു നിഴലായി പോലും നീ അവരെ മുമ്പിൽ വരരുതെന്ന്, നിന്നെ ഞാൻ പുറത്തിട്ട് തീർത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം മാർക്കോ നല്ല ഭീഷണി സ്വരത്തിലൊക്കെയാണ് മേഘനാഥൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം മേഘം പറയുന്നുണ്ട്, എൻ്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയ ഇവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന്, വെറുതെ വിടണമെന്നാണോ നീ പറയണത്? അപ്പോൾ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, അതിന് പെണ്ണുങ്ങളുടെ കാര്യമൊന്നും നിനക്ക് പുത്തരിയാണോ? ഇതിനു മുന്നേ എത്ര പെൺപിള്ളേരെ നീ കൊണ്ടുപോയി പിഴപ്പിച്ച് ഇല്ലാണ്ടാക്കി കുഞ്ഞുങ്ങളാക്കി ഒക്കെ വിടണം. പിന്നെ മഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ്, കുഞ്ഞുനാൾ മുതലേ പിന്നെ കണ്ണൻ സാറിൻ്റെ സ്വത്ത് കണ്ട് മോഹിച്ചല്ലേടാ നീ മഞ്ജുവിനെ കല്യാണം കഴിച്ചത്. അത് കിട്ടാണ്ട് വന്നപ്പോൾ നിൻ്റെ പ്രാന്തല്ലേ. പക്ഷേ അതൊന്നും ഇനി മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും ജീവിതത്തിൽ വന്നാൽ നിൻ്റെ ജാതകം ഞാൻ മാറ്റി എഴുതുമെന്ന് മാർക്കോ പറയാണ്. മാർക്കോയുടെ ഭീഷണിയുടെ മുന്നിൽ മേഘനാഥൻ ഒന്നും അല്ലാണ്ടാവുകയാണ്. അവസാനം സാഗർ പറയുന്നുണ്ട് മാർക്കോയുടെ അടുത്ത്, എന്നെ അവൻ കുറേ തല്ലി മാർക്കോ എന്ന്, എനിക്കൊന്നും ചെയ്യാനായിട്ട് പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. സാരമില്ല, ഇതിൻ്റെത് ഞാൻ അവനെ പുറത്തിറങ്ങിക്കോട്ടെ, ഇവിടെ ഒരു നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഇവനെ കൈവയ്ക്കുന്നില്ല, അങ്ങനെ കൈവയ്ക്കാൻ പറ്റിയൊരു സ്ഥലമല്ല ഇത് എന്നിങ്ങനെ മാർക്കോ പറയുന്നുണ്ട്. എൻ്റെ മേഘനാഥൻ ഇത് മുണ്ടും മടത്തി കെട്ടിക്കൊണ്ട് തിരിച്ച് ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ തിരിച്ച് പോവാണ്. അപ്പോൾ സാധാരണ ജോലിക്ക് പോയിട്ട് വരുന്ന സമയമായിട്ടും നമ്മുടെ സാഗറിനെ കാണാത്തതുകൊണ്ട് മഞ്ജുവിന് ആകെ ഒരു ടെൻഷനാണ്, എന്ത് പറ്റി കാണുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ മഞ്ജു സാഗറിനെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ മഞ്ജുവിനൊരു ടെൻഷൻ, ഇനി എങ്ങാനും ആ മേഘനാഥൻ്റെ കയ്യിലെങ്ങാനും സാഗറിനെ കിട്ടിക്കാണോ, എന്താണാവോ സാഗർ ഇത്ര ലേറ്റ് ആവണത്. കുറേ കഴിഞ്ഞപ്പോൾ സാഗറിൻ്റെ ബൈക്കിൻ്റെ ഒച്ച കേട്ടോ. അപ്പോൾ മഞ്ജു ഓടി ചെല്ലണം. അപ്പോൾ സാഗറാണ്. അപ്പോൾ ഒരു സമാധാനമായി. പക്ഷേ സാഗറിന് എന്തോ ഒരു ഒട്ടും വയ്യാത്ത കണക്കൊക്കെ ഇറങ്ങണത്. അപ്പം മഞ്ജു ഓടി ചെന്ന് ചോദിച്ചു, എന്താ പറ്റിയ സാഗറായിട്ട്, ആകെ ഒരു ക്ഷീണം പോലെ. ഇന്ന് മേഘനാഥനെ അപ്രതീക്ഷിതമായിട്ട് തോമസ് ഡോക്ടറുടെ അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടു, എന്നെ കണ്ട പാടെ എന്നെ കുറേ പൊതിരെ തല്ലി, പിന്നെ മാർക്കോ വന്നേ പിന്നെ എന്നെ രക്ഷപ്പെടുത്തിയത്, അവൻ എന്നെ അല്ലെങ്കിൽ കൊന്നനെ. അപ്പോൾ നമ്മുടെ മഞ്ജു ചോദിച്ചു, മഞ്ജു അന്തം വിടണം, അവൻ്റെ കയ്യിൽ പെട്ടു, എന്തിനാ അവൻ്റെ മുമ്പിൽ ചെന്ന് ചാടിയത്? അപ്പോൾ സാഗർ പറയുന്നുണ്ട്, തോമസ് ഡോക്ടറെ അടുത്ത് വരുന്ന കാര്യം എനിക്കറിയില്ലല്ലോ മഞ്ജു. അപ്പോൾ മഞ്ജു പറഞ്ഞു, മിക്കവാറും അമ്മാവനെയും കൊണ്ട് വന്നതായിരിക്കും അവിടെ തോമസ് ഡോക്ടറെ അടുത്ത് ചികിത്സിക്കാൻ വേണ്ടി. അപ്പോൾ അത് പറഞ്ഞു നമ്മുടെ മഞ്ജു പറഞ്ഞു, ഇനി സാഗർ നന്നായിട്ട് സൂക്ഷിക്കണം, കാര്യം മേഘനാഥൻ ഇനിയും ആക്രമിക്കും. അപ്പോൾ നമ്മുടെ സാഗർ പറഞ്ഞു, ഇനി അവൻ ഒരു ചെറുവിരൽ പോലും അനക്കില്ല, കാരണം അമ്മാതിരി നമ്മുടെ മാർക്കോ സാഗറിന് കൊടുത്തിട്ടുണ്ട്, ഇനി മേലിൽ അവൻ അനങ്ങില്ല. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ മഞ്ജു പറഞ്ഞു, സാഗറേട്ടന് തിരിച്ച് മാർക്കോക്കിട്ട് രണ്ട് കൊടുക്കാൻ പാടില്ലേ? അപ്പോൾ പറഞ്ഞു, അവനെ പോലെയുള്ള ഒരു ശക്തിയുടെ മുമ്പിൽ ഒന്നുമല്ല ഞാൻ മഞ്ജു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണനും നമ്മുടെ മഹാലക്ഷ്മിയും കൂടെ റൂമിൽ ഇരുന്ന് തോമസ് ഡോക്ടറെ അടുത്ത് ചികിത്സയിലാണല്ലോ, അവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും മഞ്ജുവിൻ്റെ സാഗറിൻ്റെ ജീവിതത്തിൽ ഈ മേഘനാഥൻ ഇനിയും ഇടപെടും. കാര്യം ഇന്ന് സാഗറിന് മേഘനാഥൻ്റെ കയ്യിൽ നിന്നും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. മാർക്കോ ചെന്നതുകൊണ്ട് സാഗർ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ഇന്ന് അവൻ്റെ പത ഇളകിയെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും മഞ്ജുവിൻ്റെ സാഗറിൻ്റെയും ജീവിതം ഇപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കട്ടെ, അതിനുശേഷം നമ്മളെ കൂടെ നിർത്താം. അവർ എന്താണോ സാഗറിൻ്റെ ഉള്ളിലെ ലക്ഷ്യമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ മഹിയും പറഞ്ഞു, അതേ കണ്ണേട്ട, അത് നോക്കിയിട്ട് മതി, കാര്യം അതല്ല സാഗർ ചതിക്കാനാണെങ്കിൽ ഇനി ഒരു ചതി ചെന്ന് പെടാണ്ട് മഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് തിരികെ നമ്മളടുത്ത് കൊണ്ടുവരണം എന്നും മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പിന്നെ മഞ്ജുവിനെയും നമ്മുടെ സാഗറിനെയാണ് പിന്നീട് കാണിക്കുന്നത്.
അതായത് മഞ്ജു പറയുന്നുണ്ട്, നാളെ നമുക്ക് സാഗരേട്ട എന്തായാലും നമുക്ക് സമയദോഷമുണ്ട്, അതുകൊണ്ട് നമുക്ക് നാളെ ഒന്ന് അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു എന്ന് സാഗരം പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മേഘനാഥൻ ഇവിടെ ഇരുന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ പ്രതാപൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ പ്രതാപനെ ആയിട്ട് സംസാരിക്കുകയാണ്. ഇന്ന് അവനെ എനിക്ക് കിട്ടിയതാണ് അങ്കിളെ, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞു, ഇനി നീ ഈ സാഗറിൻ്റെ മഞ്ജുവിൻ്റെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ സാഗറിനെ കളഞ്ഞിട്ട് മഞ്ജു നിൻ്റെ കൂടെ വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതിപ്പം സാഗറിന് ഇല്ലാണ്ടാവുകയാണെങ്കിൽ മഞ്ജുവിനെ എങ്ങനെയായാലും പിന്നെ അമ്മയും ഉണ്ണിയൊക്കെ ചേർന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വിടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഇതിനെല്ലാം കാരണക്കാരി ആ മഹാലക്ഷ്മിയാണ്. അവളുടെ പദപതനം വന്നിരുന്നെങ്കിൽ നമുക്കിതൊന്നും ഒരു ബുദ്ധിമുട്ട് വരില്ല. നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, കുഞ്ഞുനാൾ മുതലേ കണ്ണൻ്റെ സ്വത്ത് മോഹിച്ച് വളർന്നവരാണ് ഞാൻ. എനിക്കത് നഷ്ടപ്പെടാൻ ഒരിക്കലും ചിന്തിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ആ സ്വത്തുക്കളെ എങ്ങനെയും കരുക്കലാക്കണം. പക്ഷേ ആ സ്വത്തുക്കളിലോട്ട് ഇനി പോകണമെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. കാര്യം നമ്മുടെ പ്രതാപം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ എടുത്തു ചാടിയുള്ള ഒരു അവസ്ഥ ചെയ്താൽ നിൻ്റെ അച്ഛൻ ഇന്ന് കണ്ടില്ലേ വന്നിരിക്കുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ വരാതെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യണം. അതെ, അപ്പോൾ അതുകൊണ്ട് നീ എടുത്തു ചാടി ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്ന് പ്രതാപൻ നമ്മുടെ മേഘനാഥന് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ പ്രതാപൻ എന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മിയുടെ ജീവിതം ഇനി അധിക നാളൊന്നുമില്ല. നമ്മുടെ മഹാലക്ഷ്മിയുടെ ജീവിതം ഏകദേശം ഇന്ന് അവളുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തോടു കൂടി എല്ലാത്തിനും പരിണാമമാവും. അപ്പോൾ നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെ, ഇപ്പോഴത്തെ പ്ലാനിങ് ഒന്നും ഞാനോ നീയോ ഒന്നുമല്ല. നമ്മുടെ കരുണ മോള് ഒറ്റയ്ക്ക് തന്നെ മുത്തശ്ശിയോടും ചേർന്ന് അവളാണ് ഇപ്രാവശ്യത്തെ എല്ലാ A to Z കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവൾ നമ്മളെ പോലെയല്ല എടുത്തു ചാടി അവൾ ചെയ്യില്ല. എല്ലാം ഇരുവശങ്ങൾ ആലോചിച്ച് മാത്രമേ കരുണ ഒരു കാര്യം ചെയ്തുള്ളൂ. അപ്പം ഇത് കേട്ടപ്പോൾ നമ്മുടെ മേഘനാഥന് വല്ലാത്തൊരു സന്തോഷമായി. കാരണം കരുണ ചെയ്യണമെങ്കിൽ അവളെ എല്ലാ വശങ്ങളും നോക്കി അതിൻ്റെ പഴുതുകളെല്ലാം അടച്ച് തന്നെ അവളൊരു കാര്യം ചെയ്യത്തുള്ളൂ. അവളുടെ സ്വഭാവ രീതി അങ്ങനെയാണ്. അപ്പോൾ മേഘന് വലിയ സന്തോഷം. എന്തായാലും ഈ മഹാലക്ഷ്മിയുടെ അധപ്പതനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആവും അല്ലേ അങ്കിളേന്ന് പ്രതാപനോട് നമ്മുടെ മേഘനാഥൻ പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉണ്ണിയെയും കരുണയാണ്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, കരുണ എന്ത് പദ്ധതിയാണെങ്കിലും നീ ഇരുവശങ്ങളും ആലോചിച്ച് ചിന്തിച്ചിട്ടേ ചെയ്യാവോ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. കാര്യം നമ്മൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ അവസ്ഥയും കാര്യങ്ങളും കൂടെ നീ നോക്കണം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാനും അറിയാം, പ്രസവിക്കാനും അറിയാം, വളർത്താനും അറിയാം. അതോർത്ത് ഉണ്ണിയേട്ടൻ വിഷമിക്കേണ്ട. എന്നിട്ട് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, ഇതെങ്ങാനും പാളിപ്പോയി കഴിഞ്ഞാൽ എന്തായാലും കണ്ണനും മഹാലക്ഷ്മി നിന്നെ വെറുതെ വിടില്ല. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് പാളിപ്പോയി എന്നെ പിടിച്ചിരുന്ന് ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നാലും എനിക്കിതൊന്നും വിഷയമുള്ള കാര്യമല്ല. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു വീടുണ്ട്, എൻ്റെ മുത്തശ്ശിയുടെയും വീടുണ്ട്. സാധാ വീടൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു വീടും സമ്പാദ്യവും തന്നെ എനിക്കുണ്ട്. ഉണ്ണിയേട്ടനാണ് എങ്ങോട്ടെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ എങ്ങോട്ടാ പോകണം? ഉണ്ണിയേട്ടന് വീടൊന്നുമില്ലല്ലോ. അപ്പോഴും നമ്മുടെ ഉണ്ണി ഒരു കുത്താണ് നമ്മുടെ കരുണ. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്തായാലും സമാധാനപ്പെട്. ഇനി മുതൽ നമ്മുടെ കണ്ണേട്ട ഇരിക്കുന്ന ക്യാബിനിൽ ഉണ്ണിയേട്ടനെ ഇരിക്കേണ്ടത്. അതുപോലെ ആ മഹാലക്ഷ്മി ഇരിക്കുന്ന സ്ഥലത്ത് എനിക്കും ഇരിക്കാനുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നാലും ഉണ്ണി ഒരു നിമിഷം ഉള്ളിൽ ചിന്തിക്കുകയാണ്, എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമോ, ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഉണ്ണി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ, അതായത് പിറ്റേ ദിവസം ആവണം, അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് അമ്പലത്തിൽ പോയി വരാം കണ്ണേട്ട, കുറച്ച് നാളായാലും അമ്പലത്തിൽ പോയിട്ട്, അപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്തിട്ട് വരാം. അതിനെന്താണ് നീ പോയിട്ട് വന്നോളാം നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയണം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ മഞ്ജുവും നമ്മുടെ സാഗറും അമ്പലത്തിലോട്ട് തൊഴാൻ വരണം. അവർക്കും ഒരു സമയദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മുടെ മഞ്ജുവിനെയും നമ്മുടെ സാഗറിനെയും അമ്പലത്തിൽ വെച്ച് നമ്മുടെ മഹാലക്ഷ്മി കാണുകയാണ്. അപ്പോൾ അന്നേരവും മഹാലക്ഷ്മി സാഗറിനോട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാരണവശാൽ നീ മഞ്ജുവിൻ്റെ കണ്ണ് നനയ്ക്കാൻ ഇടയായി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അന്ത്യം മാർക്കോയുടെ കൈകൊണ്ടായിരിക്കും. അത് നീ എന്നും മനസ്സിൽ കരുതി വെച്ചുകൊള്ളാൻ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിൽ ഏകദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻട്രോയിലായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവിതത്തിന് അടുത്തൊരു കൂലാമാലയായിട്ട് നമ്മുടെ കരുണ പുതിയ
വലിയൊരു പദ്ധതിയുമായി മുത്തശ്ശിയോടും കൂടെ ആലോചിച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് സ്വന്തം അമ്മയുടെ പിറന്നാളിന് തന്നെ വരുമ്പോൾ മഹാലക്ഷ്മിയെ ആ ഒരു വെട്ടിൽ കെണിയിൽ പെടുത്തി കൊല്ലാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലെ ഓരോ എപ്പിസോഡുകളും നമുക്ക് നോക്കാം എത്രത്തോളം ട്വിസ്റ്റുകളാണ് ഉണ്ടാവുന്നതെന്ന്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലായ സുമി മൂഫാസ് മൻസിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും കറക്റ്റ് 2:30 നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രമേയമായി നിങ്ങളുടെ സ്വന്തം സുമി മൂഫാസ് മൻസിൽ നിങ്ങളുടെ അടുത്തുണ്ടാകും. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.